എന്റെടാ അഹാനകൃഷ്ണ നിർവ്വാണ കഴിക്കാൻ പോയപ്പോൾ തൊട്ട് തുടങ്ങിയ പൂതിയാണ് എനിക്കും നിർവ്വാണ കഴിക്കണമെന്നുള്ളത്. അഭി ചോക്ലേറ്റ് അധികം കഴിക്കാത്തതുകൊണ്ടും വിനോ എനിക്ക് പറ്റിയ എതിരാളി അത് മനസ്സിലാക്കിയോണ്ടും ഞങ്ങൾ പോയപ്പോൾ വിനോയം കൂട്ടിയാണ് പോയത്. സത്യം പറയാലോ, ഇത് കഴിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അത് കഴിഞ്ഞുള്ള അടുത്ത 3 ദിവസം ഞാൻ കിടപ്പായിരുന്നു. പനി, തൊണ്ടയ്ക്ക് വേദന, തലവേദന, ഒന്നും പറയണ്ട. എന്നാൽ പിന്നെ ഇത്രടം വരെ വന്നതല്ലേ, ഒരു നിർവ്വാണയിൽ മാത്രം ഒതുക്കേണ്ട ബിറിയപ്പൂടാകാമെന്നായി ഞങ്ങൾ. ആൾബലം കൂടുതലുള്ളത് കൊണ്ടും പൈസ കൊടുത്ത് വാങ്ങിച്ച സാധനമായതുകൊണ്ടും ഒരു തുള്ളി പോലും കളയാതെ അതിലോട്ടെല്ലാം പെറുക്കി ഇടാനോട് പ്രത്യേകം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗണപതിക്ക് വെച്ച് തുടങ്ങണമെന്നാണല്ലോ. കിട്ടിയ സാധനം എല്ലാം കൂടെ ചേർത്ത് വെച്ച് അതിലോട്ടൊരു ഷൂവും വരച്ചിട്ടാണ് അവൻ അത് അകത്തോട്ടാക്കിയത്. എക്സ്പ്രഷൻ നോക്കി നിന്ന് എനിക്ക് ഒട്ടും ലാഘവമില്ലാതെ 2 തലയാട്ടം തരുകയും ചെയ്തു. സ്ട്രോബെറിയുടെ മുകളിലുണ്ടായിരുന്ന ചോക്ലേറ്റ് തീരെ പോരാന്ന് പറഞ്ഞുകൊണ്ട് ആശാൻ സൈഡിലുണ്ടായിരുന്ന ചോക്ലേറ്റ് മൊത്തം വാരി സ്ട്രോബെറി അങ്ങ് പുതപ്പിക്കുമായിരുന്നു. ഇതിനി ത്രികോണം വരച്ചാണോ ഷൂ വരച്ചാണോ കഴിക്കാൻ പോകുന്നത് നോക്കി നിൽക്കുമ്പോൾ ഒടിച്ച കഷ്ണം കിട്ടാതെ സൈഡിലുണ്ടായിരുന്ന ചോക്ലേറ്റ് വാരിയാണ് അകത്തോട്ടാക്കിയത്. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. കൺപീലി ചെന്ന് പിരിയത്തെ മുട്ടിയിട്ടാണോ എന്നറിയത്തില്ല. കണ്ണടയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് അഹാനയുടെ എക്സ്പ്രഷൻ കിട്ടിയില്ല എന്ന് വെച്ചിട്ട് കളത്തിലോട്ട് ഇറങ്ങാൻ നിന്ന് എനിക്ക് നിർവ്വാണം ഇങ്ങി തന്നു. കഴിക്കുന്നതെല്ലാം സുഖമായിട്ട് ഇറങ്ങി പോകാനായിട്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒരു വത്തക്ക ജ്യൂസും വാങ്ങിച്ചു കുടിക്കുന്നുണ്ടായിരുന്നു. അഭി നേരത്തെ കള ഒഴിഞ്ഞതുകൊണ്ടും ഞാൻ കുറച്ചു മുന്നേ സൈഡ് ആയതുകൊണ്ടും ബാക്കി വന്ന ബിറിയപ്പ് നിർവ്വാണയും കൂടെ ചേർത്ത് പിടിച്ചൊരു അവിയൽ പരുവാക്കിയാണ് അവനെ അകത്താക്കിയത്. ഇതാ കണ്ടില്ലേ, പൈസ വേസ്റ്റ് ചെയ്യാൻ പാടില്ലല്ലോ, അതാണല്ലോ നമ്മുടെ ലക്ഷ്യം. 977 രൂപയായെന്നും അത് ഞാൻ കാർഡ് കൊടുത്താൽ പേയ്മെന്റ് ചെയ്യാൻ പോകുന്നതെന്നും ഫ്രണ്ടിലിരിക്കുന്ന 4 പെമ്പിളരെ കാണിക്കാനായിട്ട് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തുനിന്ന് കണ്ട് ബില്ല് ചേട്ടൻ നമ്മുടെ അടുത്തോട്ട് തന്നെ ഇങ്ങ് വന്നു. പണം എനിക്കൊരു പ്രശ്നമല്ല, ചേട്ടൻ്റെ ടിപ്പൂടെ ചേർത്ത് ടാപ്പ് ചെയ്തു എന്ന് പറഞ്ഞ് അവൻ ആ അംഗം അവസാനിപ്പിച്ചു. കുറച്ച് നിമിഷം കൂടെ കൊടുക്കുമായിരുന്നെങ്കിൽ അപ്പുറത്തിരിക്കുന്ന പെമ്പിളാറുടെ ബില്ലൂടെ പേ ചെയ്തിട്ടേ അവൻ ഇറങ്ങത്തുള്ളായിരുന്നു. അപ്പോൾ ഓക്കെ, ബായ്. നാട്ടുകാർക്കും മണവാളാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.